എല്ലാവരും ഫുഡെല്ലാം കഴിച്ചോ? ക്ലാസ്സിന് റെഡി ആയിരിക്കെ? Good afternoon, all. Good afternoon. Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon. Good afternoon. Good Good afternoon, afternoon, miss. Miss. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon. Good afternoon. Okay. Prayer പറഞ്ഞോ ട്ടോ. Prayer പറഞ്ഞോ. Prayer പറഞ്ഞോ ട്ടോ. Good afternoon, ma'am. എൻ്റെ പേര് സോജി. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Thank you. Sign in Good for afternoon. today. Good afternoon. Sign in ആരാണ്? Ma'am, ഞാനാണ് സൈനിങ് പറയുന്നത്. Good afternoon, Abarna miss and my dear friends. ഇന്നിവിടെ സൈനിങ് ചെയ്യുക എന്ന ഡ്യൂട്ടി എന്നിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപർണ മിസ്സിനെയും MT21 ബാച്ചിലെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. Good afternoon, everyone. I am Prasdiba, and today I am going to present thought of the day. Today's thought is: every moment is a new opportunity to learn, to grow, and to become a better version of yourself. Thank you. ഓക്കെ. ഇപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത് ഓർമ്മയുണ്ടായിരുന്നോ? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് അല്ലെ? 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആയിരുന്നു പറഞ്ഞത്. മിനിറ്റ് പിൻ ചെയ്യാം ട്ടോ. ഓക്കെ. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ഇതില് എവിടെ വരെ പറഞ്ഞു നിർത്തി? ഇൻഫെക്ഷൻ ഡിസീസിന്റെ മീഡിയംസ് പറഞ്ഞു നിർത്തി അല്ലേ? Okay. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ് ആണ്. കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. കുഞ്ഞു കുട്ടികളിൽ കണ്ടുവരുന്ന അസുഖങ്ങൾ, ഇതിൽ കൂടുതൽ അസുഖങ്ങൾ ഉണ്ട്, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമ്മളിതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂഫിംഗ് കഫ് ആണ്. കേട്ടിട്ടുണ്ടോ പേര്? മൂഫിംഗ് കഫ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയാം വില്ലൻ ചുമ. കേട്ടിട്ടുണ്ടോ? വില്ലൻ ചുമ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ. ഈ വൂഫിംഗ് കഫിന് മറ്റൊരു നെയിമുണ്ട്. വൂഫിംഗ് കഫിന്റെ മറ്റൊരു നെയിമാണ് പെർട്യൂസിസ്. എന്താണ്? പെർട്യൂസിസ്. പെർട്യൂസിസ്.
ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. മെസ്സേജ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വരുന്ന മെസ്സേജുകൾ കാണാൻ പറ്റുന്നുണ്ടോ? അതെടുക്കാൻ പറ്റുന്നുണ്ടോ? എടുക്കാലോ, എല്ലാവർക്കും കാണാനും റീഡ് ചെയ്യാനും പറ്റുന്നുണ്ടല്ലോ. അപ്പൊ പെർക്യൂസിസ് എന്നാണ് വൂഫിംഗ് കഫിന്റെ മറ്റൊരു നെയിം. ഇത് ഹൈലി കണ്ടേജിയസ് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഹൈലി കണ്ടേജിയസ് ബാക്ടീരിയൽ ഡിസീസ് ആണ് എന്ത് വൂഫിംഗ് കഫ് അല്ലെങ്കിൽ പെർക്യൂസിസ് എന്ന് പറയുന്നത്. കോസ്ഡ് ബൈ, ഇത് പകരുന്നത് ബൈ ഏതാണ്? കോസ്ഡ് ബൈ റോഡൽറ്റ പെർക്യൂസിസ് എന്ന് പറയുന്ന പെർക്യൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. റോഡൽറ്റ പെർക്യൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ വഴിയാണ് ഏത് അസുഖം സ്പ്രെഡ് ആകുന്നത്? വൂഫിംഗ് കഫ് സ്പ്രെഡ് ആകുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് എല്ലാവരും. കോസ്ഡ് ബൈ റോഡൽറ്റ പെർക്യൂസിസ്. ഇനി ഇതിനൊരു അപരനാമമുണ്ട്. ഒരു വിളിപ്പേര് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പറയില്ലേ, വിളിപ്പേര്, ചെല്ലപ്പേര്, അങ്ങനെ പറയില്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? 100 days ഓഫ് കഫ്. ഈ ചുമ വന്നു കഴിഞ്ഞാൽ 100 ദിവസം നീണ്ടു നിൽക്കും. അല്ലെങ്കിൽ കഫ് ഓഫ് 100 days എന്നും പറയും. കഫ് ഓഫ് 100 days. ഓക്കെ, 100 ദിവസം നിൽക്കും. നമുക്ക് ചുമ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഏതെങ്കിലും ചുമ വന്നിട്ട് 100 ദിവസം വരെ നീണ്ടു നിന്നിട്ടുള്ള ചുമ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ചുമ മാറാണ്ട് ശ്വാസം കിട്ടാത്ത പോലെ ചുമച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചുമച്ചിട്ടുണ്ട് ചെറുപ്പത്തില്. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വെച്ചാല് ചുമ വന്നിട്ട് മാറുന്നില്ല, ഭയങ്കര ചുമ തുടങ്ങിയിട്ട് അമ്മ എപ്പോഴും പറയും ചുമ തുടങ്ങിയിട്ട് എന്തോരം നാളായിട്ട് മാറുന്നില്ല, മരുന്ന് കഴിക്കുന്നു, അപ്പൊ കുറയും, ആ മരുന്ന് തീരുമ്പോ വീണ്ടും വരും. അത് തന്നെയായിരുന്നു കണ്ടിന്യൂസ് കുഞ്ഞായിരുന്നപ്പോ. അപ്പൊ ആ 100 days 100 ദിവസം കഴിഞ്ഞപ്പോ അത് പതിയെ 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 ആ ചുമ എനിക്ക് തോന്നുന്നു ലൈഫിന്റെ ഭാഗമായിട്ട് മാറിയെന്ന് തോന്നുന്നു. പിന്നെ അതിങ്ങനെ കുറഞ്ഞു. ഇതിനെ പറയുന്ന പേരാണ് ഞാൻ പറഞ്ഞില്ലേ, എന്റെ പേര് പോലെ പറയുന്നതാണ് 100 days ഓഫ് കഫ് അല്ലെങ്കിൽ കഫ് ഓഫ് 100 days എന്ന് പറയും. ഓക്കെ, ഈ ചുമ വന്നു കഴിഞ്ഞാൽ വലിയ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചുമച്ച് അത് കുഴപ്പമില്ലാതെ മാറും. കുറച്ച് 100 ദിവസം കഴിയുമ്പോൾ നോർമലി മാറും. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു അപകടകാരിയായിട്ടുള്ളൊരു അസുഖമാണ്. ഡെത്ത് വരെ കാരണമാകും. 2 വയസ്സിനൊക്കെ താഴെ അല്ലെങ്കിൽ 5 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികളാണ് ഇത് അഫക്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ചുമച്ച് ശ്വാസം കിട്ടാതെ ആയിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരും, വോമിറ്റിംഗ് വരും, മേ ബി ഡെത്ത് വരെ വരാനുള്ള ചാൻസ് ഉള്ള ഒരു അസുഖമാണ് ഇത് വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ സ്പ്രെഡ് ചെയ്യുമെന്ന് അറിയാവോ? എനിക്ക് വൂഫിംഗ് കഫ് ഉണ്ടെങ്കിൽ ഞാൻ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും എന്റെ വായിൽ നിന്ന് വരുന്ന ഡ്രോപ്ലെറ്റ്സ് ഉണ്ടല്ലോ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ്, അത് ഇൻടേക്ക് ചെയ്യില്ല ഒരാള്, ശ്വസിക്കില്ലേ, അതിലൂടെ അയാളുടെ ബോഡിയിലേക്ക് ഈ ഒരു അസുഖം ഈസിലി സ്പ്രെഡ് ആകും. ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വൂഫിംഗ് കഫ് ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന മറ്റു കുട്ടികൾക്ക് അത് ഈസിലി എന്താവും, സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ അസുഖത്തിന് എടുക്കുന്ന വാക്സിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DPT എന്ന് പറയുന്ന വാക്സിൻ ആയിരുന്നു മുമ്പ് എടുക്കുന്നത്. DPT വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. DPT ആ എ സൈലന്റ് ആണ്, ആൻഡിന്റെ എ ആണ്, അതുകൊണ്ടാണ് ഞാൻ DTP എന്ന് പറയുന്നത് കേട്ടോ. ഡിഫ്തീരിയ ടെറ്റനസ് പെർtussis. നമ്മുടെ അസുഖത്തിന്റെ പേര് എന്താണ്? പെർtussis എന്നാണ്. പെർtussis എടുത്തിരുന്ന വാക്സിൻ പണ്ട് ഏതായിരുന്നു? DPT ആയിരുന്നു. നമ്മള് പെർtussis മറ്റൊരു പേരാണ് ഏത് വൂഫിംഗ് കഫ് എന്നുള്ളത്. ഇപ്പോ DPTക്ക് പകരം നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് പെന്റാവാലന്റ് വാക്സിൻ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് പെന്റാവാലന്റ്. ഓക്കെ, 5 അസുഖങ്ങൾക്ക് കൂടി എടുക്കുന്ന ഒരു വാക്സിൻ ആണ് പെന്റാവാലന്റ്. നമ്മളിപ്പോ കുഞ്ഞു കുട്ടികൾക്ക് പെന്റാവാലന്റ് വാക്സിൻ ആണ് ഇപ്പൊ എടുക്കുന്നത്. ഇവിടെ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി, ഹിമോഫീലിയ, ഇൻഫ്ലുവൻസ, ടൈപ്പ് ബി, ലൈക്ക് ന്യൂമോണിയ, മെൻസൈറ്റിസ്, ബാക്ടീരിയൽ. അപ്പൊ എവിടെയാണ് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ, ഒന്ന് സൂം ചെയ്യാം കേട്ടോ. DPTക്ക് ഇപ്പൊ എടുക്കുന്ന വാക്സിൻ ആണ് പെന്റാവാലന്റ് വാക്സിൻ.
നോക്കി ഒന്ന് എഴുതി വെക്കൂ. ഇപ്പൊ എടുക്കുന്നത് ഏതാന്നുള്ളത് പേര് ഇവിടെ ഉണ്ട് കേട്ടോ. പെൻഡാവാലിന്റെ വാക്സിൻ എഴുതി നോട്ട് ചെയ്തോ. പെൻഡാവാലിന്റെ ഓക്കെ, പെൻഡാവാലിന്റെ വാക്സിൻ ആണ് ഇന്ന് നമ്മൾ പെർട്യൂസിസിന് എടുക്കുന്ന വാക്സിൻ. അന്നത് DPT ആയിരുന്നു. ഇപ്പൊ അത് പെൻഡാവാലിന്റെ വാക്സിൻ ആണ് എടുക്കുന്നത്. ജനിച്ച ഒരു ഞാൻ പറയാൻ ഡേറ്റ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നമ്മള് 1.5 മാസത്തില് അതിന്റെ ഫസ്റ്റ് ഡോസ് എടുക്കും. പെൻഡാവാലിന്റെ ഫസ്റ്റ് ഡോസ് എടുക്കും. അതിൽ നമ്മൾ പെർട്യൂസിസിന്റെ വാക്സിൻ കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ഡോസ് 2.5 മാസത്തിൽ എടുക്കും. 3.5 മാസത്തില് പെൻഡാ 3 കൊടുക്കും. ദെൻ നമ്മള് പെൻഡ അല്ല, പിന്നെ നമ്മൾ കൊടുക്കുന്നത് DPTയുടെ ആണ്. ബൂസ്റ്റർ ഡോസ് കൂടി കൊടുക്കും. അതോടെ വാക്സിൻ, ഈ ഒരു പെർട്യൂസിസ് എന്ന് പറയുന്ന അസുഖത്തിനുള്ള വാക്സിൻസ് കംപ്ലീറ്റ് ആവും. നിങ്ങളുടെ വീട്ടില് കുട്ടികളുണ്ട്, കുഞ്ഞു കുട്ടികൾ, ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉണ്ട്? കുറെ പേർക്കുണ്ട്. ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും എനിക്ക് തോന്നുന്നു 3 വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ളത്. കാരണം ആ ഒരു ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. കാരണം നമ്മുടെ മോണ്ടിസോറി ഏജ് അല്ലെങ്കിൽ മോണ്ടിസോറി കുട്ടികളുടെ ഏജ് അറിയാവോ നിങ്ങൾക്ക്? 3.5. 3 to 6 അല്ലെ? 3 to 6. അപ്പോ ആ ഒരു ഏജിലേക്ക് വരുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. സോ നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മുടെ കുട്ടികളെ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും അല്ലേ? അപ്പോ കറക്റ്റ് ടൈമിലാണ് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്തത്. നമുക്ക് നമ്മുടെ മറ്റു കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നേക്കാൾ ഈ 3 to 6 വയസ്സിലുള്ള കുട്ടികളെ ആർക്കുണ്ടെങ്കിലും അത് ഓക്കെയാണ്. 3 to 6 വയസ്സിന് കൊടുക്കാൻ പറ്റുന്ന ട്രെയിനിങ്ങിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോ ആ ഒരു ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ഏജിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അവരെ പഠിപ്പിക്കാം, എങ്ങനെ അവരെ ഏത് ടെക്നിക്കിലൂടെ പഠിപ്പിക്കാം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കും. അപ്പോ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ അറിയോ നിങ്ങൾക്ക്? ഒരു ബുക്ക് ഉണ്ട് ഇപ്പോ, വാക്സിനേഷൻ ഷെഡ്യൂള്. നമ്മൾ വാക്സിൻ എടുക്കില്ലേ, അമ്മയും കുഞ്ഞെന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്. അതിന്റെ ബാക്ക് സൈഡില് ഈ വാക്സിൻസ് എടുക്കുന്നതിന്റെ ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെ വാക്സിൻസ് ആണ്, എന്നൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളതിന്റെ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കാം. അതിൽ പെൻഡാവാലിന്റെ ആണോ DPT ആണോ? ചിലപ്പോ നമ്മൾ പറയും, അയ്യോ മിസ്സേ എന്റെ മോൻ എടുത്ത DPT ആണ്. അന്ന് അതായിരുന്നു, ഇന്ന് അപ്ഡേറ്റഡ് ആയിരുന്നുള്ളൂ കേട്ടോ. പെൻഡാവാലിന്റെ ആയിട്ട് മാറിയുന്നുള്ളൂ. ഓക്കെ, നമ്മള് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കാം. അപ്പൊ മാറിയിട്ടുണ്ട്. പെൻഡാവാലിന്റെ ആണ് 5 അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വാക്സിൻ ആണ് പെൻഡാവാലിന്റെ വാക്സിൻ. ഒന്ന് അറിഞ്ഞിരിക്കാന്നുള്ളൂ. ഇതുവരെ ക്ലിയർ ആണോ? നമ്മള് ബൂഫിംഗ് കഫിന് മലയാളത്തിൽ നമ്മൾ പറയുന്ന പേര് വില്ലൻ ചുമ എന്നാണ്. അല്ലാത്തൊരു നാമം പെർട്യൂസിസ് എന്നാണ്. പറയണോട്ടെ, ഇപ്പൊ മ്യൂട്ട് ആണെന്ന് അറിയാം. മ്യൂട്ട് ആക്കി തന്നെ ഇരുന്നിട്ട് പറഞ്ഞോ, പെർട്യൂസിസ്. ആ ഒരു പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പെർട്യൂസിസ് എന്ന് പറയും. ദെൻ പെർട്യൂസിനെയാണ് നമ്മൾ ബൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. ഹൈലി കണ്ടീജീനിയസ് ഇൻ ബാക്ടീരിയൽ ഡിസീസ് ആണ്. കോസ്ഡ് ബൈ റോഡൽറ്റ പെർട്യൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിന് മറ്റു നാമങ്ങളുള്ളത് 100 ഡേയ്സ് ഓഫ് കഫ്, കഫ് ഓഫ് 100 ഡേയ്സ് എന്നാണ്. ഇതിന്റെ വാക്സിന്റെ പേര്, ഈ ഒരു അസുഖം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിന്റെ പേര് പെൻഡാവാലന്റ് വാക്സിൻ എന്നാണ്. എന്താണ് പേര്? പെൻഡാവാലന്റ് വാക്സിൻ. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? കോസ്ഡ് ബൈ എന്നോടൊന്ന് പറയാമോ? കോസ്ഡ് ബൈ റോഡൽറ്റ പെർട്യൂസിസ്. ഇവിടെ അടിച്ചിട്ടുണ്ട് മോനെ, മെസ്സേജ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. മെസ്സേജ് എവിടെ മാമിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഒന്നുകൂടി പറയോ? ഇപ്പൊ ജോയിൻ ചെയ്തോളോ? കോസ്ഡ് ബൈ ആണ് പറയേണ്ടത്. അതെ. അതെ അതെ, പറയോ? എനിക്കും മെസ്സേജ് കാണുന്നില്ലല്ലോ. ആണോ? ആർക്കും കാണുന്നില്ല. ഞാനിപ്പോ മെസ്സേജ് വീണ്ടും അയക്കാം, അപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടോ. ചോദിച്ചു നിങ്ങളുടെ അടുത്ത് മെസ്സേജ് കാണുന്നുണ്ടോന്ന്. കാരണം നമ്മൾ ഈ മെസ്സേജ് വരുമ്പോഴേ
കാണുന്നുണ്ട് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ബാക്ടീരിയയുടെ പേര്? കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഡെൽറ്റ പെർട്യൂസിസ് പറ്റുന്നുണ്ട്. പ്രസന്റ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാണാലോ? കോസ്ഡ് ബൈ ഡെൽറ്റ പെർട്യൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? നമുക്ക് ടെസ്റ്റിലേക്ക് നോക്കാം. Whooping cough, it affects the children below 5 years of age. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഈ ഒരു അസുഖം അഫക്ട് ചെയ്യുന്നത്. നോൺ സ്റ്റോപ്പ് കഫ് കോസ് ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ്. നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ചുമ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരും. വീക്ക് ആൻഡ് വോമിറ്റിംഗ് മേ ഒക്കേഴ്സ്. നമ്മളെ വീക്ക് ആക്കും, പിന്നെ നമുക്ക് വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് വെരി ഇൻഫെക്ഷസ്, ഹെൻസ് ദ ചൈൽഡ് ഈസ് ഷെഡ്യൂൾഡ്. ഇത് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസ് ആണ്, മറ്റു കുട്ടികളിലേക്ക് ഈസിലി സ്പ്രെഡ് ആകുന്ന ഒരു അസുഖമാണ്. സോ നമ്മൾ ഈ കുട്ടികളെ, ഈ ഒരു വൂഫിംഗ് കഫ് ഉള്ള ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ടീച്ചർ ആയിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ ഈ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക എന്നാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. ഷെഡ്യൂൾ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഫുൾ ആയിട്ട് ഒറ്റപ്പെടുത്താന്നല്ല, നമ്മൾ ആ മറ്റു കുട്ടികളിൽ നിന്ന് ആ കുട്ടീനെ മാറ്റി നിർത്താൻ വേണ്ടത്. കാരണം ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഒരു 20 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു കുട്ടിക്ക് ഇതേപോലുള്ള ഒരു ചുമ ഭയങ്കരമായിട്ട് ചുമക്കുകയാണ്. അപ്പൊ ആ എയർ ഇൻടേക്ക് എടുക്കുന്ന മറ്റു കുട്ടികൾക്കും ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് കൂടുതലല്ലേ. അപ്പൊ ആ കുട്ടീനെ നമ്മള് സ്റ്റാഫ് റൂമിലേക്കോ അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് റൂമോ അങ്ങനെ എന്തെങ്കിലും മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ പാരന്റ്സിനെ കോൺടാക്ട് ചെയ്യാം. പാരന്റ്സിനോട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കുട്ടി നിർത്താതെ ചുമയ്ക്കാണ്, എനിക്ക് തോന്നുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഒരു ചുമ കൂടുതലായതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഓരോ കുട്ടികളുടെയും അവസ്ഥ ഡിഫറെന്റ് ആയിരിക്കും. സോ നമ്മൾ ഓരോ കുട്ടീനെയും നോക്കിയിട്ട്, അപ്പൊ എങ്ങാനും ഭയങ്കര എമർജൻസി ആണെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് വേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഡിസീസ് ആണ് പെന്റാവാലൻ വാക്സിൻ 5 അസുഖങ്ങൾക്കുള്ള വാക്സിൻ അല്ലേ? അതെ. അപ്പൊ അത് ഏതൊക്കെ അസുഖങ്ങളാണ് ഞാൻ പറഞ്ഞായിരുന്നു, കേട്ടില്ല. Pentavalent vaccine provide protection to the children from 5 diseases: diphtheria, pertussis, tetanus, hepatitis B, ഹീമോഫീലിയ, ഇൻഫ്ലുവൻസ ബി എന്ന് പറയുന്നത്. HIV എന്ന് പറയുന്നത് ഹീമോഫീലിയ ഇൻഫ്ലുവൻസ ടൈപ്പ് ബി അസുഖമാണ്. കാണുന്നുണ്ടോ? അത് ഇവിടെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, ന്യൂമോഫിലിയ, മെനിഞ്ചൈറ്റിസ് പോലുള്ള അസുഖങ്ങളാണ്. ഓക്കെ, പറഞ്ഞോ? അത് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കട്ടെ, ഞാൻ കട്ട് ചെയ്തിട്ട് അയക്കാൻ പറ്റുമോ നോക്കാം. ടൈപ്പ് ചെയ്തെടുത്തോട്ടത്. ഇനി ഹീമോഫീലിയ ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്ന് പറയുന്നത് ഏതെല്ലാം അസുഖങ്ങളാണ് അതിന്റെ ലിസ്റ്റിൽ വരുന്നത്? നോക്കിയോ നിങ്ങള്? കാണുന്നില്ലേ? ഓക്കെ അല്ലേടാ? നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇനിയും ഈ വാക്സിൻ തന്നെയാണ് നമ്മൾ ഇനി അടുത്ത 3 അസുഖങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ് പെന്റാവാലന്റ് വാക്സിൻ എടുക്കുന്ന അസുഖങ്ങൾ? പെന്റാവാലന്റ് വാക്സിൻ ഏതൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ആണ്? ഡിഫ്തീരിയ,
pertussis, tetanus, hepatitis B, hemophilia, influenza, type B disease. അതുവെച്ചാല് ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് പോലുള്ള അസുഖങ്ങൾക്ക്. ഓക്കെ ആണോ? നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അസുഖത്തേക്ക് നോക്കാം. എല്ലാവരും മ്യൂട്ട് ആവാട്ടോ. ക്ലാസ് എടുക്കുമ്പോ എല്ലാവരും മ്യൂട്ട് ആവാട്ടോ. ഇനി അടുത്തൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫ്തീരിയ. ഓക്കെ, എന്താണ് അസുഖത്തിന്റെ പേര്? ഡിഫ്തീരിയ. എന്ന് പറഞ്ഞേ. ഡിഫ്തീരിയ ആദ്യമായിട്ട് കേൾക്കുന്നതാണോ? ഡിഫ്തീരിയ എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണോ? അല്ല, അല്ല, അറിയും. കേട്ടിട്ടുണ്ട്. അല്ല, ആദ്യം വന്നിട്ടുള്ള അറിവുണ്ടോ? ഉണ്ടായിരുന്നു അതെ. വായയില് പുണ്ണ് പോലായിട്ട് മോന് വന്ന് ഫംഗൽ പറഞ്ഞോടാ. എന്റെ മോൾക്ക് വായ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? പനിയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പനിയൊക്കെ വരൂലേ ആ സമയത്ത്. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനൊക്കെ എന്താ പറയും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ആ ഇതാണ് അവസ്ഥ. വൈറ്റ് കളറിലൊരു മെമ്പറൈൻ നമ്മുടെ വായില് ഡെവലപ്പ് ആകും. കണ്ടോ? വൈറ്റ് കളറിലൊരു മെമ്പറൈൻ ആണ് വരുന്നത്. അപ്പോ പതിയെ അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇന്ന് ഡെവലപ്പ് ആകും. ആദ്യം നമുക്ക് തൊണ്ടവേദനയൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നീട് ഈ ഒരു മെമ്പറൈൻ ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം ഇറക്കുമ്പോഴൊക്കെ നമുക്ക് പെയിനും കാര്യങ്ങളും വരും. ഇത് ഹൈലി ഒരു ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. ഒരു 2 to 5 വയസ്സുള്ള കുട്ടികൾക്കാണ് ഈ അസുഖം വരുന്നതെങ്കിൽ അവർക്ക് ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവരും മെസ്സേജ് അയക്കാം കേട്ടോ. മ്യൂട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഓൺ ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോ എന്താണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് നമ്മൾ പറഞ്ഞിരുന്നൊരു പേരുണ്ട്. എന്താണെന്നറിയാവോ? കില്ലർ ഡിസീസ് എന്നാ പറഞ്ഞിരുന്നത്. ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖത്തിന് നമ്മൾ പറഞ്ഞിരുന്നൊരു പേരാണ് എന്ത്? കില്ലർ ഡിസീസ്. അന്ന് നോട്ട് ചെയ്ത് വെക്കോ. കില്ലർ ഡിസീസ്. ഓക്കെ അല്ലേ? കില്ലർ ഡിസീസ്. ഈ ഡിഫ്തീരിയ സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര്, ഡിഫ്തീരിയ സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരാണ് കൊറേനിയം ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, കൊറേനിയം ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് അതിന്റെ പേര്. ഇതവിടെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചേക്കാം. CORYNEBACTERIUM ഡിഫ്തീരിയ. ഓക്കെ ഓക്കെ Diphtheria is a serious bacterial infection caused by Coronium bacterium diphtheria that generally affects the throat knot. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ തോട്ട്, ട്രക്കിയ, വിൻ പൈപ്പ് മെയിൻ ആയിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത്. ആദ്യം നമ്മളെ തോട്ട്, ട്രക്കിയ, വിൻ പൈപ്പിനെയാണ് അത് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്?
അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വൈറ്റ് കളറിൽ ഒരു മെംബ്രെയിൻ ഡെവലപ്പ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. വൈറ്റ് കളറിലെ മെംബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. അതിൽ നിന്നൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, ടോക്സിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷാംശം ഉള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. പതിയെ അത് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും, എൻ്റർ ആകും. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ അത് അഫക്ട് ചെയ്യാനായിട്ട് കാരണമാകും. ദിസ് ഈസ് എ ഡിസീസ് ഓഫ് തോട്ട് ട്രക്കിയ വിൻഡ് പൈപ്പ്. തോട്ട് വിൻഡ് പൈപ്പ് ട്രക്കിയനെയാണ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. ദ സിംറ്റംസ് ആർ ഹൈ ടെമ്പറേച്ചർ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ, ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ്. നമുക്ക് അഡ്വാൻസ്ഡ് കണ്ടീഷനിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും വരും. എ മെംബ്രെയിൻ, വൈറ്റ് കളറിലുള്ള ഒരു മെംബ്രെയിൻ. നിങ്ങൾ ആ ഇമേജ് കണ്ടില്ലേ, ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും, മറക്കൂലല്ലോ ഡിഫ്തീരിയയിലെ ആ വൈറ്റ് കളറിലെ മെംബ്രെയിനെ. എ മെംബ്രെയിൻ ഡെവലപ്പ് ഇൻ തോട്ട്. നമ്മുടെ തോട്ടിലായിട്ട് ഒരു വൈറ്റ് കളറിലെ മെംബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. ഇഫ് മെഡിക്കൽ എയ്ഡ് ഈസ് നോട്ട് ഗിവൺ വിത്തിൻ എ ഷോർട്ട് പീരീഡ്, നമ്മൾ ആ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് ആ ഷോർട്ട് പീരീഡിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ദ ചൈൽഡ് വിൽ മേ ഡൈ ഓഫ് ഹോക്കിംഗ്. എന്നുവെച്ചാൽ ചുമച്ച് ശ്വാസം കിട്ടാതെ ചോക്കിംഗ് വന്ന് ആ കുട്ടിക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. 1954 കാലഘട്ടത്തില് നമ്മുടെ ഡിഫ്തീരിയന 50 കാലഘട്ടത്തില് കണ്ടിരുന്നത് നമ്മുടെ ഡിഫ്തീരിയന കണ്ടിരുന്നത് കില്ലർ ഡിസീസ് എന്നാണ്. കാരണം അതിനന്ന് മരുന്നുണ്ടായിരുന്നില്ല, മരുന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആകുന്നു, മരണം സംഭവിക്കുന്നു. അതുകൊണ്ട് അവിടെ അന്ന് പറയുന്ന പേരാണ് കില്ലർ ഡിസീസ് എന്നാണ് പറയുന്നത്. ആദ്യം നമുക്ക് ജലദോഷം, തൊണ്ടവേദനയൊക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. നമുക്ക് റൈറ്റ് ടൈമിൽ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആന്റിബയോട്ടിക്സ് ഇന്ന് അവൈലബിൾ ആണ്. കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഇത് മറ്റു കുട്ടികളിലേക്ക് ഈസിലി സ്പ്രെഡ് ആകും. കാരണം നമ്മുടെ കുട്ടി ചുമയ്ക്കുമ്പോൾ ആ ഒരു ഡ്രോപ്ലെറ്റ്സ് വഴി, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് വഴി പെട്ടെന്ന് മറ്റു കുട്ടികളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക, കറക്റ്റ് ടൈമിൽ ഐഡന്റിഫൈ ചെയ്യുക, ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നതാണ് ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. ഇനി ഈ ഡിഫ്തീരിയക്ക് ഏത് വാക്സിൻ എടുക്കുന്നതെന്ന് അറിയാവോ? നിങ്ങളിപ്പോ എഴുതിയുള്ളൂ ഏത് വാക്സിൻ എടുക്കുന്നത്. അൺമ്യൂട്ട് മാറ്റാം, അൺമ്യൂട്ട് ചെയ്തിങ്ങനെ മാറ്റാം. ഓക്കെ, കാരണം ഏത് വാക്സിൻ എടുക്കുന്നത്? ഓക്കെ, പെൻഡാവാലന്റ് വാക്സിൻ ആണ് എടുക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, ഡിഫ്തീരിയ, പെർtussis, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫീലിയ, ഇൻഫ്ലുവൻസ, ടൈപ്പ് ബി, ഇത്രയും അസുഖങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന വാക്സിൻ, ഒരു 5 അസുഖങ്ങൾക്ക് ഒരുമിച്ച് എടുക്കുന്ന ഒരു വാക്സിൻ ആണ് പെൻഡാവാലന്റ്. പെൻഡാവാലന്റ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഡിഫ്തീരിയയിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, വന്നാലും നമുക്ക് ഇന്ന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ട്രീറ്റ്മെന്റ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് 1950 കാലഘട്ടത്തിൽ 1 ലക്ഷത്തിലോളം ആൾക്കാർ മരണം സംഭവിക്കാൻ കാരണമായ ഒരു അസുഖമായിട്ട് ഡിഫ്തീരിയ മാറിയത്. ഓക്കെ, അതിൽ ഞാൻ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഡിഫ്തീരിയ മേ അഫക്ട് ഡാഷ്. അപ്പൊ തോട്ട് വിൻപൈപ്പ് പ്രക്രിയയാണ്. നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി പാർട്ടിനെയാണ് ഫസ്റ്റ് ഡിഫ്തീരിയ അഫക്ട് ചെയ്യുന്നത്. തോട്ട് വിൻപൈപ്പ് പ്രക്രിയ. ഓക്കെ, നോട്ട് ചെയ്ത് എല്ലാവരും ഓക്കെ ആണോ? അടുത്തൊരു അസുഖമാണ്. പറഞ്ഞോ മാം. ഈ എക്സ്ട്രാ പറയുന്ന ഈ വർഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കാം മാം, അത് മനസ്സിലാക്കി വെച്ചാൽ മതിയോ? ഇയറുകളൊന്നും ചോദിക്കൂല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഇയേഴ്സ് ഒന്നും നമ്മള് ജസ്റ്റ് പറഞ്ഞതുള്ളൂ. ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ സംഭവം നടന്നതാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുള്ളൂ. ഓക്കെ ഓക്കെ. ദെൻ നമ്മൾ ഇത് നോക്കുന്നത് ടെറ്റനസ് ആണ്. ടെറ്റനസിന്റെ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. TT എന്ന് കേട്ടിട്ടുണ്ടോ? ഉദരസന്യാണോ? കേട്ടിട്ടുണ്ട്. TT എടുക്കാൻ പോവാണ്. ചെറിയ മുറിവൊക്കെ വരുമ്പോൾ മുറിവ് എന്തായാലും പൊട്ടിയാലൊക്കെ ടീറ്റി എടുക്കാൻ പോവാം. കുപ്പിച്ചില് തട്ടിയാല്, സൂചിപ്പിന് തട്ടിയാലൊക്കെ എന്തെങ്കിലും ഈച്ചയോ മറ്റേ കുത്തിയാൽ TT എടുക്കാൻ പറയും. ഓക്കെ, ടെറ്റനസ് അല്ലെ TT.
ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ വാക്സിൻസ് എടുത്തു തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പ്രഗ്നൻസിയുടെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 3 months ആവുമ്പോൾ TT ഫസ്റ്റ് ഡോസ് എടുക്കും. സെക്കൻഡ് ഡോസ് TT ഒരു 5 months ആകുമ്പോൾ എടുക്കും. അത് ഓർമ്മയുണ്ടോ? TT വാക്സിൻ എടുക്കുന്നത് അല്ല, അമ്മമാർക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? ഈ ഒരു അസുഖം കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെറുപ്പം മുതലേ എന്ത് വാക്സിൻസും കാര്യങ്ങളും എടുക്കുന്നത്, ടെറ്റനസിന്റെ വാക്സിൻ എടുക്കുന്നത്. ഈ ജെർ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ആകുന്നത് ചെറിയ മുറിവുകളിലൂടെയാണ്. ചെറിയ മുറിവിലൂടെയാണ് ഈ ജെംസ് എന്ത് ചെയ്യുന്നത്? ബോഡിയിലേക്ക് എൻറ്റർ ആകുന്നത്. ഓക്കെ, ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവം പറയാം. കോവിഡിന്റെ ഒക്കെ സമയത്താണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ പാല് കൊണ്ടുവന്നിരുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ കോവിഡ് ഒക്കെ ആയ സമയത്ത് നമ്മള് അടുത്താണ്, അയൽപക്കാണ്. ഒരു എന്താ പറയാ, ഒരു 100 മീറ്ററോ 250 മീറ്റർ അകലേ ഉള്ളൂ ആ ചേട്ടന്റെ വീട്. പക്ഷെ കോവിഡിന്റെ സമയത്ത് നമ്മൾ എന്താ ചെയ്ത് എല്ലാവരും വീടൊക്കെ ലോക്ക് ചെയ്ത് അകത്തിരിക്കുകയാണ് ചെയ്തത്. കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അയൽപക്കൊന്നായിട്ട്. ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് കുറച്ച് ദൂരെയാണ്, അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. പിന്നെ ഒരു വീട് വരണമെന്നുണ്ടെങ്കിൽ ഈ 250-500 മീറ്റേഴ്സ് ഒക്കെ കഴിഞ്ഞാലാണ് അടുത്ത വീട് വരുന്നത്. അപ്പൊ ഞങ്ങളും കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ചേട്ടന്റെ വീട്ടില് തൊഴുത്തുണ്ട്. പശുവും തൊഴുത്തും എന്താ പറയാ പാലിന്റെ ഒക്കെ ആയിട്ടുള്ള രീതിയിൽ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളായിരുന്നു. അപ്പൊ ഈ കോവിഡിന്റെ സമയത്ത് ഞാൻ കുറെ നാളത്തേക്ക് ആൾ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് കോവിഡ് ഒക്കെ മാറി നമ്മള് ഫസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞു. പിന്നെ നമ്മള് മാസ്ക് ഒക്കെ വെച്ചിട്ട് വെയർ ചെയ്ത് ഇറങ്ങി. രണ്ടാമത്തെ ലോക്ക്ഡൌണിന് മുമ്പായിട്ട് ഈ ചേട്ടൻ ഒരു പ്രാവശ്യം കണ്ടു. അപ്പോ ഞാൻ കാണുമ്പോൾ ഈ ചേട്ടന് ഒരു കാല് മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. അപ്പൊ ആ ചേട്ടൻ വിഷമത്തോടെ പറഞ്ഞു, മോളെ കോവിഡ് ഒക്കെ ആയിരുന്നല്ലോ, അപ്പൊ എന്റെ കാലുമ്പോ ചെറിയൊരു കുപ്പിച്ചില് കയറി. ഒരു ചെറിയൊരു കുപ്പിച്ചില്ല. അതിന് മുറിവെന്ന് പറയണത് ഇത്ര ഉള്ളൂന്ന് പറഞ്ഞു. അത്രയും ചെറിയൊരു കുപ്പിച്ചിലാണ് കയറിയത്. ഞാൻ തൊഴുത്ത് വൃത്തിയാക്കുന്ന സമയത്തായിരുന്നു. ഞാൻ തൊഴുത്ത് വൃത്തിയാക്കിയപ്പോ അത് ശ്രദ്ധിച്ചില്ല. കാല് കഴുകി ഞാൻ തുണി എടുത്ത് കെട്ടിവെച്ചു. വേറെ ഒന്നും ചെയ്തില്ല, ചെറിയ മുറിവല്ലേ. എന്റെ ബാക്കിയുള്ള വർക്കൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയി, പണിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയി മോളെ. പക്ഷേ ഈ ചെറിയ മുറിവുണ്ടല്ലോ, ഈ മുറിവ് പതിയെ ഗ്രാജുവലി അത് എന്ത് ചെയ്യാൻ തുടങ്ങി? ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. TT എടുക്കാനായിട്ട് വൈഫ് പറഞ്ഞു എന്ന്. അപ്പൊ കൊറോണനെ പേടിച്ചിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോകില്ലേ, നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോലും പോകാറുണ്ടായിരുന്നില്ല അല്ലെ? കോവിഡ് വരുമെന്നുള്ള പേടി കൊണ്ട് ആരും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്നും പോവാത്തൊരു ടൈമാണ്. കുറെ പേര് കോവിഡ് ആണെന്ന് പറഞ്ഞ് എന്താ പറയാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കിട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭൂരിഭാഗം പേര് പോയിരുന്നില്ല. അതേപോലെ ഇരുന്നു ആ ചേട്ടനും എന്തെടുത്തില്ല, TT എടുത്തില്ല. പതിയെ ഈ ഒരു അസുഖം കൂടി ലാസ്റ്റ് ഒത്തിരി എത്തിക്കഴിഞ്ഞപ്പോഴാണ് കൊണ്ടുപോകുന്നത്. കാലിനൊക്കെ നീര് പോലെയൊക്കെ വന്നു. അപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ അവർ പറഞ്ഞത് കാല് മുറിച്ച് കളയണം, അല്ലെങ്കിൽ മുകളിലേക്ക് കയറും. ആദ്യം പറഞ്ഞത് പാദത്തിന്റെ ഭാഗം വെച്ച് കളയണം എന്നാണ് പറഞ്ഞത്. പക്ഷെ പാദത്തിന്റെ ഭാഗം വെച്ച് കളഞ്ഞിട്ടും ഈ ഒരു അസുഖം ഇൻഫെക്ഷൻ കാര്യങ്ങളും ആ ഒരു ടൈം കൊണ്ട് വീണ്ടും കൂടിക്കഴിഞ്ഞപ്പോ അത് കാല് പൂർണ്ണമായിട്ടും കുട്ടിന്റെ കീപ്പോട്ട് പൂർണ്ണമായിട്ട് മുറിച്ച് കളയാണ് ചെയ്തത്. അപ്പോ മുറിച്ച് കളയേണ്ടി വന്നു. അത് കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ എന്താണ്, കൊറോണ തുടങ്ങിയ ഒരു സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. ഈ മുറിവ് സംഭവിക്കുന്നത് അധികം ദിവസം എടുത്തേയില്ല, ഒട്ടും അധികം ദിവസമൊന്നും എടുത്തില്ല. ഈ ഒരു ഇൻഫെക്ഷൻ കൂടാനായിട്ടും ഇങ്ങനെ ആവാനായിട്ട് അധികം ദിവസമൊന്നും എടുത്തില്ല. പിന്നെ അങ്ങനെ മുറിച്ച് കളഞ്ഞു. ആളിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാൽ, പണ്ട് ഒരുപാട് പശു ഒക്കെ ഉണ്ടായിരുന്ന ഒരു വീടാണ്. ഒത്തിരി പേർക്ക് എന്താ പറയാ പാലൊക്കെ വിതരണം ചെയ്ത് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. പക്ഷെ ഇന്ന് അവര് ആ ചേട്ടൻ ലോട്ടറി കച്ചവടം ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇപ്പൊ ലോട്ടറി കച്ചവടം കേട്ടാ പോകുന്നത്. കാരണം അത്രയും ബാക്ക്വേർഡായി, അത്രയും ഫിനാൻഷ്യലിയും അവർ ഭയങ്കരമായിട്ട് വീക്കായി. അപ്പൊ ഒരു ചെറിയൊരു അശ്രദ്ധ കാരണമാണ് അങ്ങനെ ഒരു ഇഞ്ചുറിയിലൂടെ ആ ഒരു ചേട്ടൻ ആ ഒരു കാല് നഷ്ടപ്പെട്ടു പോകാനായിട്ട് കാരണമായത്. ഒട്ടും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷെ അവര് എന്താ പറയാ 50-50 ചാൻസ് പറഞ്ഞു. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അവർ പറഞ്ഞു ഇനിയും കൂടാനുള്ള ചാൻസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. പക്ഷെ കുഴപ്പമുണ്ടായില്ല, ആള് റിക്കവർ ആയി. അപ്പൊ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം മുറിവിലൂടെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇതിന്റെ ജേംസ് എൻ്റർ ആകുന്നത്.
ടെറ്റനസ് എന്ന് പറയുന്നത്. ശരിക്കും ടെറ്റനസിന്റെ ജേംസ് കൗഡങ് ആൻഡ് ഹോസ്ഡങ്ങിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇത് കൗഡങ്ങിലും ഹോസ്ഡങ്ങിലൊക്കെയാണ് മെയിൻ ആയിട്ട് കാണുന്നത്. മസിൽ സ്പാം ഒക്കെയാണ് എന്താണ് കുറച്ചുകൂടി അബ്സർവേഷനിൽ വരുമ്പോ ഈ ഒരു അസുഖത്തിന്റെ റിസൾട്ട് നമുക്ക് മസിൽസും കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. മസിൽ സ്പാം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോ ചെറിയ മുറിവിലൂടെ ഈ ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും? എൻ്റർ ആകും. ഓക്കെ, the germs enter the body through injuries. മുറിവിലൂടെയാണ് ഈ ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആകുന്നത്. ആൻഡ് ഇറ്റ് ആക്ട്സ് ഓൺ ദ നെർവസ് സിസ്റ്റം. ഇത് നെർവസ് സിസ്റ്റത്തെ അഫക്ട് ചെയ്യും. ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ഈസ് ദ പ്രൈമറി സിംറ്റം ഓഫ് ദ ഡിസീസ്. ഇൻഡിഫറൻസ്, നമുക്ക് മസിൽസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ ഒരു ഇമേജിൽ കാണുന്നുണ്ട്, ആ കുട്ടി ഈ ആ ഒരു മസിൽ സ്പാം പോലെ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ? മസിൽസിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുന്ന പോലെ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഡിഫറൻസ് ഇൻ മസിൽസ് ആണ് മെയിൻ ആയിട്ടുള്ള സിംറ്റം. ദ മസിൽ സ്പാം മേക്ക് സ്പിന്നിങ് ഡിഫിക്കൽട്ടി. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഈവൻ ദ പേഷ്യന്റ് വിൽ നോട്ട് ഏബിൾ ടു ബ്രീത്ത് ഇൻ അഡ്വാൻസ് കണ്ടീഷൻ. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കണ്ടീഷൻ ആകുമ്പോൾ പേഷ്യന്റിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ വരും. ദ ബാക്ടീരിയ ദാറ്റ് കോസ് ദിസ് ഡിസീസ് ഗ്രോ ഇൻ കൗഡങ് ആൻഡ് ഹോസ്ഡങ് എക്സെട്ര. നമ്മള് കൗഡങ്, ഹോസ്ഡങ്, ചാണകത്തിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ബാക്ടീരിയ കാണുന്നത്. നമ്മുടെ മണ്ണിലുണ്ട്, നമ്മളുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ മണലില്, നമ്മുടെ ചുറ്റുപാടും ഇതിന്റെ ബാക്ടീരിയ ഉണ്ട്. ഈവൻ സ്മോൾ വോണ്ട് ഷുഡ് ബി കെയർഡ് ഫോർ പ്രോപ്പർലി. ചെറിയ മുറിവാണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ നമ്മുടെ കുട്ടികള് കളിക്കുന്നത് ചിലപ്പോ ഞങ്ങളുടെയൊക്കെ നാട് എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. ആ ഒരു ഇതിൽ നിന്നിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടികൾ കളിക്കുന്നത് വെച്ചാൽ പാടം പോലത്തെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടങ്ങളില് പശുവിനെയൊക്കെ ആൾക്കാർ പാടത്ത് കൊണ്ടുപോയി കെട്ടാറുണ്ട്. പാടത്തൊക്കെ കൊണ്ടുപോയി കെട്ടും. അപ്പൊ എന്താണ് പുല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടത്തൊക്കെ കൊണ്ടുവരും. അപ്പൊ അവിടെ ചാണകവും അല്ലെങ്കിൽ കൗഡങ്ങൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ കുട്ടികള് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ നല്ല ഷൂ ഒക്കെ ഇട്ടിട്ടായിരിക്കില്ല വരുന്നത്. പക്ഷെ നമ്മൾ ആ കളിക്കാൻ ചെന്ന് അവരെ ഗ്രൗണ്ടിൽ കാണുമ്പോഴായിരിക്കും അവർ ഷൂ ഒക്കെ ഊരി വെച്ചിട്ടായിരിക്കും കളിക്കാൻ അറിയിക്കുന്നത്. അപ്പോ അങ്ങനെ ഇറങ്ങുന്നതൊക്കെ നല്ലതാണ്, ഫിസിക്കൽ മൂവ്മെന്റ്സ് ഒക്കെ നല്ലതാണ്. പക്ഷേ ആർക്കെങ്കിലും ചെറിയൊരു മുറിവുണ്ടെങ്കിൽ ഈ കൗഡങ്ങിലൂടെ അല്ലെങ്കിൽ ചെറിയ മുറിവിലൂടെ ഈ എന്താണ് സീ ടെറ്റനി എന്ന് പറയുന്ന ജേം നമ്മുടെ കുട്ടിയുടെ ബോഡിയിലേക്ക് എൻ്റർ ആവാനായിട്ട് കാരണമാകും. എന്താണ് സീ ടെറ്റനി എന്ന് പറയുന്ന ജേം നമ്മുടെ കുട്ടിയുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും? എൻ്റർ ആവാനായിട്ട് കാരണമാകും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മസിൽ സ്പാം പോലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. ഓക്കെ, ലോക്ക് ജോ എന്ന് പറയും. ടെറ്റനസിന്റെ വേറെ പേരെന്തായിരുന്നു അറിയാമെങ്കിൽ? ടെറ്റനസിന്റെ ലോക്ക് ജോ പോലെയാണ്. ലോക്ക് ജോ എന്നും ഈ ഒരു അസുഖത്തിന് നമ്മൾ പറയും. പെയിൻഫുൾ ആയിട്ട് മസിൽസ് നമുക്ക് മൂവ് ചെയ്യുമ്പോഴൊക്കെ നല്ല പെയിൻ ആയിരിക്കും. നമുക്ക് ബോഡിയിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ മടക്കുന്നില്ലേ, നമ്മളിപ്പോ കഴിക്കുന്ന ഇങ്ങനെ ഹോൾഡ് ചെയ്തില്ലേ, അതുപോലും അവർക്ക് പറ്റില്ല. അവർക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിവർത്താനോ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അവർ പോകും. ഫീവർ ഉണ്ടാകും, ചേഞ്ച് ഇൻ ബ്ലഡ് പ്രഷർ, റെസ്പിറേഷനും കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ ടെറ്റനസിന്റെ വാക്സിൻ നമ്മൾ ഒരു 3.5 years വരെ നമ്മൾ ഈ പെൻഡാവാലിന്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 5 വയസ്സിലും 10 വയസ്സിലും നമ്മൾ TT വാക്സിൻ കുട്ടികൾക്ക് എടുക്കുന്നുണ്ട് ഇല്ലേ? 5 വയസ്സിൽ TT എടുക്കും, 10 വയസ്സിലെടുക്കും അല്ലെ? അപ്പൊ കറക്റ്റ് ടൈമിൽ നമ്മുടെ കുട്ടികൾ TTയുടെ വാക്സിൻ എടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കാണ് അല്ലെ? ഓക്കെ, ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ നമുക്ക് വാക്സിൻ എടുക്കാം. അതൊരു കാര്യമാണ്. പ്രോപ്പർ ആയിട്ട് TTയുടെ വാക്സിൻ എടുക്കാം. നമ്മൾ ക്വിക്ലി വാഷ് ആൻഡ് കെയർ ഫോർ ദ ബ്രേക്ക് ഇൻ ദ സ്കിൻ. നമ്മൾ കയ്യോ കാലോ ഒക്കെ പൊട്ടിക്കഴിഞ്ഞു ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്വിക്കായിട്ട് അത് വാഷ് ചെയ്ത്, നല്ല സോപ്പ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത്
അത് ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്യാനായിട്ട് നോക്കുക. കാലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ പെട്ടെന്ന് വാഷ് ചെയ്ത് നമ്മളത് ക്ലീൻ ചെയ്യാം. വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് വാട്ടർ, ഓഫ്റ്റൻ യൂസ് ആൽക്കഹോൾ ബേസ്ഡ് സൊല്യൂഷൻസ്. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ സോപ്പും വാട്ടറും യൂസ് ചെയ്ത് വാഷ് ചെയ്യാം. ആൽക്കഹോൾ ബേസ്ഡ് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്, സ്പിരിറ്റ് പോലുള്ള ആ സൊല്യൂഷൻസും കാര്യങ്ങളും യൂസ് ചെയ്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എന്താണ് ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ടെറ്റനസ് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട അസുഖമല്ല, ചെറിയ മുറിവാണ്. എന്റെ പൊന്നോ, കുഞ്ഞു മുറിവാന്ന് പറയണു. ആ ഒരു ചെറിയ മുറിവ് പോലും ഇത്രയും മാസ്റ്റ് ആവാനായിട്ട് കാരണം ഈ ഒരു റീസണാണ്. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കുഞ്ഞു കുട്ടികളുടെ കുഞ്ഞു പാദങ്ങളിൽ ചെറിയ മുറിവ് ഉണ്ടെങ്കിൽ പോലും, എനിക്ക് എന്റെ മോളെ പുറത്ത് വിടുമ്പോ അവളുടെ കാലൊന്ന് ചെറുതായിട്ട് പൊട്ടിയാല് ഹസ്ബൻഡ് പറയും നിനക്ക് എന്താ ടെൻഷൻ, നീ ഇത്രയും സീരിയസ് ആണ്, അവര് മണ്ണിൽ നടക്കട്ടെ എന്ന് പറയും. മണ്ണിൽ നടക്കുന്നത് നല്ലതാന്ന് പറയും. ഞാൻ പറയും മണ്ണിൽ നടക്കുന്നത് നല്ലതാണ്, അല്ലാത്ത സമയത്ത് നടത്തിക്കോ. ഇപ്പൊ മോളുടെ കാല് പൊട്ടിക്കാണ്, അവൾ എന്തായാലും ചപ്പല് യൂസ് ചെയ്ത് നടത്താൻ പാടുള്ളൂ സ്ട്രിക്റ്റ് ആയിട്ട് പറയും. കാരണം ആ ഒരു ചെറിയ മുറിവിലൂടെ പോലും ഈ ഒരു ജർമ്മൻ നമ്മുടെ കുട്ടി നമ്മളെ എന്താ പറയാ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ആകും. അപ്പൊ അത്രയും നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട്. ഓക്കെ, ടെറ്റനസിനെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയോ? ടീച്ചറെ അതിന്റെ വേറൊരു പേരില്ല, അത് പറയാറാ, അതിന്റെ സ്പെല്ലിംഗ് പറയാറാ? സോ LOCK JAW LOCK JAW ലോക്ജോ. അപ്പൊ സാധാരണ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഡാഷ് ബാക്ടീരിയ, the bacteria that cause dash disease grow in cowden and host ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഏത് ഡിസീസ് ആണെന്നായിരിക്കും ചോദിക്കുന്നത്. ഏത് ഡിസീസ് ആണ്? ഇതിന്റെ ബാക്ടീരിയ ആണ് കൗഡങ്ങിലും ഹോസ്റ്റങ്ങിലും ഗ്രോ ചെയ്യുന്നത്. ഏത് ഡിസീസിന്റെ ആണ്? ടെറ്റനസ് ആണ്. ഓക്കെ, ഞാൻ ചോദിക്കാം. ഓക്കെ, എല്ലാവർക്കും ടെറ്റനസിനെ കുറിച്ചും ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? പേരുകളൊന്നും എക്സാമിന് ചോദിക്കില്ല കേട്ടോ. മിസാല് ഞാൻ പറഞ്ഞ സി ടെറ്റനീന്നോ ബ്രോഡൽ ഹെപ്പറ്റൈറ്റിസിന്നോ അങ്ങനെയുള്ള പേരുകളൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലേക്കാക്കാം. ഓക്കെ, പോളിയോ കേട്ടിട്ടുണ്ടോ? പോളിയോ കേട്ടിട്ടുണ്ട്. പോളിയോ വാക്സിൻ കൊടുക്കാറുണ്ടോ? തുള്ളിമരുന്ന് പോലെ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കാറുണ്ടോ? ലാസ്റ്റ് ഒക്ടോബറിൽ ഓർമ്മയുണ്ടോ? ഒക്ടോബർ 12-ാം തീയതി നമ്മൾ പോളിയോ വാക്സിൻ കൊടുത്തു. അതെ, നാളായില്ല. ഓക്കെ, എനിക്ക് കുട്ടികളുണ്ട്, അതുകൊണ്ട് വാക്സിന്റെ ഒക്കെ കാര്യം ഞാൻ ശരിക്കും അപ്ഡേറ്റഡ് ആയിരിക്കുള്ളൂ. എന്ത് കൊടുത്തു, എപ്പൊ കൊടുത്തു, ഏത് വാക്സിൻ കൊടുത്തു എന്നുള്ളത് ഞാൻ പെട്ടെന്ന് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കും. ചെറിയ കുട്ടികളാണ്, അപ്പൊ അതുകൊണ്ട് വാക്സിന്റെ ടൈമും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കണോടെ. പോളിയോ ഒക്ടോബർ 12-നാണ് നമ്മൾ കൊടുത്തത്, ലാസ്റ്റ് കൊടുത്തത്. എല്ലാവരും കൊടുത്തല്ലോ. പോളിയോ എന്ന് പറയുന്നത് കോസ്ഡ് ബൈ എ വൈറസ്. പോളിയോ എന്ന് പറയുന്ന വൈറസ് തന്നെയാണ് പോളിയോ മെൻസൈറ്റിസ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. കേരളത്തിൽ നിങ്ങൾക്ക് അറിയാമോ എത്ര വർഷമായി പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്യാണ്ടായിട്ട് എന്നറിയോ? ഇല്ല. ഓക്കെ, ഞാൻ പറയാം. ഇപ്പോ ഏറ്റവും അവസാനം കേരളത്തിൽ പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തത് 2000-ലാണ്. ഇപ്പൊ എത്ര വർഷമായി? 26 വർഷം അല്ലെ? 25 വർഷമായി. 25 വർഷമായിട്ട് പോളിയോ എന്ന് പറയുന്ന ഒരു അസുഖം നമ്മള് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് കാരണം നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള ഈ ഒരു മികവ് തന്നെയാണ്, അല്ലെ? സമ്മതിക്കണോ അല്ലെ? നമ്മൾ വാക്സിൻസ് കൊടുക്കുന്നതിലും വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിലും നമ്മുടെ ഗവൺമെന്റും നമ്മൾ ഇന്നേ വരെയുള്ള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത മികവ് തന്നെയാണ് ഈ പോളിയോ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യാത്തതിന് കാരണം. നമുക്കറിയാം, നമ്മുടെ കുട്ടിക്ക് വാക്സിൻ എടുക്കണമെന്ന് നമ്മൾ ഓർക്കുന്നതിന് മുമ്പ് നമുക്ക് ആര് നമ്മളോട് വിളിച്ച് പറയും? ആരും പറയില്ല നിങ്ങളോട് ഇന്ന വാക്സിൻ ആയിട്ടുണ്ട് കേട്ടോ, ഡേറ്റ് ആയിട്ടുണ്ടെന്ന് ആരും പറയില്ല. അവര് പറയും ഇന്ന വാക്സിൻ ആണ് എടുക്കേണ്ടത്, ഇന്ന ദിവസം എടുക്കണം എന്നൊക്കെ പറയും. അതേപോലെ വാക്സിൻസ് എടുക്കേണ്ടത് ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. എല്ലാ പാരന്റ്സും അല്ല, നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് പാരന്റ്സും ഇപ്പോഴും വാക്സിൻസ് എടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോ പോളിയോ എന്ന് പറയുന്നത് പോളിയോ മൈലൈറ്റിസ് എന്ന് പറയുന്ന ഫുൾ നെയിം, അതിന്റെ പേര് അതാണ്.
കേരളത്തിൽ 2000-ന് ശേഷം, ഇന്ത്യയിൽ 2011-ന് ശേഷം പോളിയോ എന്ന് പറയുന്ന അസുഖം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2014 മാർച്ചിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന, ഇന്ത്യ പോളിയോ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. അത് അഭിമാനിക്കാം. ഇന്ത്യയില് പിന്നെ പോളിയോ കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് 2014 എന്ത് ചെയ്തു? പോളിയോ മുക്ത രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യനെ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ നമ്മൾ ഇന്നും പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട് അല്ലെ? കുട്ടികൾക്ക് പോളിയോ വാക്സിൻ കൊടുക്കുന്നില്ലേ? 25 വർഷമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ട്, എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്നുണ്ട് ഇല്ലേ? പോളിയോ കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇന്നും പോളിയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോളിയോ അസുഖം വന്നാൽ എന്താണ് സിംറ്റം? പെർമനന്റ് ഡിഫക്റ്റ് ആണ്. നമുക്ക് പാരലൈസ്, നമ്മുടെ ഹോൾ ബോഡി പാരലൈസ് ആയി പോകും, അല്ലെങ്കിൽ പാർഷ്യലി നമ്മുടെ ബോഡി പാരലൈസ് ആയി പോകും. ഈ ഒരു സിറ്റുവേഷൻ, പാരലൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകല്യങ്ങൾ സംഭവിക്കുന്നു അല്ലെ? ഡിഫോർമാലിറ്റീസ് വരുന്നു. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പോളിയോ എന്ന് പറയുന്ന തുള്ളിമരുന്ന് കൊടുക്കുന്നത്. 2 രീതിയിലാണ് നമുക്ക് വാക്സിനേഷൻ ഉള്ളത്. കുട്ടികൾക്ക് വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഓറൽ പോളിയോ വാക്സിൻ, നമ്മൾ തുള്ളിമരുന്നായിട്ട് വായിലൂടെ കൊടുക്കുന്ന വാക്സിനെയാണ് ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. പിന്നെ ഇഞ്ചക്ഷൻ രൂപത്തിൽ കൊടുക്കും ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ. ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ OPV, ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ IPV. അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ പോളിയോ അസുഖത്തിനുള്ള വാക്സിൻ കൊടുക്കുന്നത്. അപ്പോ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ സംസ്ഥാന വ്യാപകമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. അതിന് മുമ്പ് പോളിയോ പോളിയോ ഇന്ന ദിവസമാണെന്ന് പറഞ്ഞ അനൗൺസ്മെന്റ് കൊടുക്കും. എല്ലാ വീടുകളിലും കുഞ്ഞു മക്കൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള വീടുകളിൽ നേരിട്ടോ അല്ലാതെയോ പൾസ് പോളിയോനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യും ഇല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ വന്ന് പറയാറില്ലേ പോളിയോ വാക്സിൻ എടുക്കണോട്ടാ? പോളിയോന് മലയാളത്തിൽ ഒരു പേരുണ്ട്, ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പിള്ളവാതം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. പിള്ളവാതം ചില പഴയ നമ്മുടെ പ്രായമായവർ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു പേരാണ് പിള്ളവാതം എന്ന് പറയും. അപ്പോ ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല. ഇന്നും പോളിയോന് ട്രീറ്റ്മെന്റ് കണ്ടെത്തിയിട്ടില്ല. അതറിയാവല്ലോ. പോളിയോ വന്നു കഴിഞ്ഞാൽ ആ ഡിഫക്റ്റ് പെർമനന്റ് ആണ്. വൈകല്യങ്ങൾ സംഭവിക്കാം. നമുക്ക് അതിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോ നമുക്ക് പാരലൈസ് ആയി കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി, അതൊരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ്. ഫിസിയോതെറാപ്പി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഴിച്ചില് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇന്നും ട്രീറ്റ്മെന്റ് കണ്ടെത്താത്തൊരു അസുഖമാണ് ഏത്? പോളിയോ എന്ന് പറയുന്ന അസുഖം. ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. പോളിയോ എന്ന് പറയുന്നത് ഒരു വൈറസ് കോസ് ചെയ്യുന്ന ഒരു അസുഖമാണ് പോളിയോ. ഫീവർ ഇസ് ദ ഫസ്റ്റ് സൈൻ ഫോളോഡ് ബൈ വീക്ക്നെസ് ഓഫ് ലിംസ്. ഫീവർ വരും, പിന്നെ നമ്മുടെ എന്താ പറയാ വീക്ക്നെസ് ലിംസ്, അതായത് നമുക്ക് പാർഷ്യൽ ആയിട്ടോ പെർമനന്റ് ആയിട്ടോ നമ്മുടെ ബോഡി പാരലൈസ് ആവും. സംടൈം പാരലൈസ് ഓഫ് ഹോൾ ബോഡി മേ റിസൾട്ട്. നമ്മുടെ ഹോൾ ബോഡി ചിലപ്പോൾ പാരലൈസ് ആയിപ്പോ. നമുക്ക് നിങ്ങൾ ഇമേജസ് കണ്ടിട്ടുണ്ടോ പോളിയോ വന്നിട്ടുള്ള കുട്ടികളുടെ? ഇതൊക്കെ പോളിയോ വന്നിട്ടുള്ള കുട്ടികളാണ്. പോളിയോ എന്ന് പറയുന്ന അസുഖം വന്നിട്ടുള്ള കുട്ടികളാണ്. പെർമനന്റ് ആയിട്ട് നമ്മുടെ ബോഡി പാരലൈസ് ആവും, അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ വൈകല്യങ്ങൾ സംഭവിക്കുന്നത്. മാറില്ല, ഇതിനാ എന്തില്ല നമ്മൾ ട്രീറ്റ്മെന്റ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. സോ നമുക്ക് ഇതിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാന്ന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് പോളിയോ ക്യാൻ ബി പ്രിവെന്റ് ത്രൂ വാക്സിനേഷൻ വിത്ത് ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ, IPV ആൻഡ് ഓറൽ പോളിയോ വാക്സിൻസ് വഴി മാത്രമേ നമുക്ക് ഇതൊരു പരിധിവരെയെങ്കിലും തടയാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പേടിക്കണ്ട. കാരണം എന്താണ്, 25 വർഷമായിട്ട് കേരളത്തിൽ ഈ ഒരു അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി പോളിയോ വാക്സിൻ എടുക്കുന്ന സമയത്ത് കുട്ടി വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുകയാണെങ്കിൽ എടുക്കാൻ പാടില്ല.
അപ്പോ ആന്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് നമ്മൾ പോളിയോ വാക്സിൻ എടുക്കാൻ പാടില്ല. അറിയാലോ എല്ലാവർക്കും അല്ലെ? പനിയുള്ള സമയത്ത് പോളിയോ വാക്സിൻ എടുക്കാൻ പാടില്ല. അതും അറിയാലോ. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ട്. എപ്പോഴാണ് നമ്മളിപ്പോ പോളിയോ വാക്സിൻ എടുക്കുന്ന ദിവസം നമ്മുടെ ഇപ്പോ അംഗനവാടിയിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും ആരുണ്ടാവും? ഡോക്ടർ ഉണ്ടാവും. അവരോട് ചോദിക്കാം, ഇന്ന അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട്, അപ്പൊ വാക്സിൻ എടുക്കാൻ പറ്റുമോ? പനി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാക്സിൻ എടുക്കേണ്ടെന്നാണ് അവര് പറയാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് വേണം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ. സംടൈംസ് പാരലൈസ് ഓഫ് ഹോൾ ബോഡി മേ റിസൾട്ട്. ചില കേസുകളിൽ നമ്മുടെ ഹോൾ ബോഡി പാരലൈസ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്. ദ ട്രീറ്റ്മെന്റ് ഈസ് ഫിസിയോതെറാപ്പി. പോളിയോന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. ദ ഡിഫക്ട് മേ ബി പെർമനന്റ്. നമുക്ക് വരുന്ന ഡിഫക്ട് എങ്ങനെയായിരിക്കും? പെർമനന്റ് ആയിരിക്കും. നമുക്ക് ലൈഫ് ലോങ് ആ ഒരു ഡിഫക്ട് നമ്മളിൽ ഉണ്ടാവും. ഓക്കെ, ഏകദേശം എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? നമ്മൾ ഇന്ന് 4 അസുഖത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. വോക്സിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പോളിയോ. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾ നോട്ട് ചെയ്ത പോയിന്റുകളും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഡൗട്ട്സ് ഉണ്ടോ ഈ 4 അസുഖത്തെ കുറിച്ചിട്ട്? വോക്സിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പെർtussis. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള അസുഖങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എല്ലാവരും റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, ഓക്കെ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം 1 മിനിറ്റ്. ഓക്കെ, ടെറ്റാനസ് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്? ടെറ്റാനസ് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ഏതാ? ടെറ്റനസ് ആണ്. ടെറ്റനസ് എന്നാണ് അസുഖത്തിന്റെ പേര്. ടെറ്റനസ്. ആ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ഏതാ? സ്പ്രെഡ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന ജേമിന്റെ പേരാണോ? ആ സി ടെറ്റനി, ക്ലോസ്റ്റീറിയം ടെറ്റനി എന്ന് പറയും, അല്ലെങ്കിൽ സി ടെറ്റനി എന്ന് പറയും. സി ഫുൾ സ്റ്റോപ്പ് ടെറ്റനി. ഒന്നുകൂടി പറയാമോ? എടാ സി ടെറ്റനി, വെറും സി ടെറ്റനി. വെറും സി ഉള്ളു അല്ലേ? ആ, സി ടെറ്റനി. അതിന്റെ ഷോർട്ട് ഫോം ആണ് സി ടെറ്റനി, അല്ലെങ്കിൽ ക്ലോസ്റ്റീറിയം. താങ്ക് യു. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? ലിയ പറഞ്ഞോക്കിയുടെ സൈൻ ഔട്ട്.
മോന് മനസ്സിലായ കാര്യങ്ങളൊക്കെ സമ്മപ്പ് ചെയ്തിട്ട് ടോപ്പിക് ഒന്ന് സമ്മപ്പ് ചെയ്യാം. താങ്ക് യു പറയാത്രേ ഉള്ളൂ. മിസ്സിന്റെ പേരെന്തായിരുന്നു? അപർണ. അപർണ. Today class common disease in children. We discussed about എന്താ മാഡത്തിന്റെ പേര്? അപർണ അല്ലേ? ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന അപർണ മിസ്സിനും എല്ലാ കുട്ടികൾക്കും ഒരുപാട് താങ്ക്സ്. നമ്മള് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുമ്പോ സൈഡിലോട്ട് പറയുമ്പോൾ നമുക്ക് ക്ലാസ്സിന്റെ ടോപ്പിക് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം അല്ലെ? എല്ലാ ദിവസവും ഇനി അങ്ങനെ ചെയ്താലോ? ഞാൻ ഓരോ കുട്ടികളെയും വിളിക്കാം. അപ്പൊ നിങ്ങക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഫിയർ ഉണ്ടാവില്ല. ഓക്കെ, ജസ്റ്റ് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചിട്ടാണ് എടുത്തത്. മിസ് ബോഫിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പോളിയോ എന്ന് പറയുന്ന 4 അസുഖങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്നും, അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്കിൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്കത് പറയാവുന്നതാണ്. ഓക്കെ, ഓരോ കുട്ടിയെയും വിളിക്കൂ കേട്ടോ. ഒരാളും മാറി നിൽക്കണ്ട. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, miss. Thank you, miss.